ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ മോനെ മദ്രസയിലോട്ട് ചേർത്താൻ വേണ്ടി പോകുക കേട്ടോ. ചേർത്താൻ പോകുന്നതും പിറ്റേ ദിവസം മദ്രസയിലോട്ട് പറഞ്ഞയക്കലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് 2-3 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മദ്രസ തുറക്കുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതിന് മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ കമൻസും ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവും പഠനമൊക്കെ പോലെ തന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മദ്രസ പഠനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ മോനെ മദ്രസയിലോട്ട് ചേർത്താൻ വേണ്ടി പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അസറിന് ശേഷം അഡ്മിഷൻ എടുക്കാനായിട്ട് മദ്രസയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉസ്താദ് ഉണ്ടായിരുന്നില്ല. ഉസ്താദ് എന്തോ അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാമായിരുന്നു കേട്ടോ. മോന് മദ്രസേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ച മദ്രസയാണല്ലോ, അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ക്ലാസ് റൂമിലേക്ക് ഇരുന്നിട്ടാട്ടോ അമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗവും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തോടൊക്കെ മക്കളെ കൊണ്ട് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അവൻ എന്തായാലും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. മദ്രസയിലോട്ട് കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അവന് മദ്രസയിലോട്ട് പഠിക്കാൻ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്താ മദ്രസ, എന്താണ് ക്ലാസ് എന്ന് അറിയാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഉസ്താദ് വന്ന ശേഷം അഡ്മിഷനൊക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയി. ഞങ്ങൾ മദ്രസ ഓപ്പൺ ആവുന്നതിൻ്റെ തലേ ദിവസമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ വീട് പണി നടക്കുന്നിടത്തൊന്ന് പോയി. അതിനുശേഷം പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസം ഒരു 5:45 കഴിഞ്ഞിട്ടാട്ടോ. അപ്പോഴേക്കും മോനെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിട്ടോ. ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതാ നേരെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. വണ്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഒരു 6:05 കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസ തുറക്കുന്ന ടൈം 6:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ് 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോണത്. ഇന്ന് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടൈം കറക്റ്റായിട്ട് ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൻ 6:30 മുതൽ 7:45 വരെയുള്ള ബാച്ചിലാട്ടോ. അപ്പോൾ അവന് സ്കൂൾ തുറന്നാലും ഈ ടൈമിലായാലാണ് സ്കൂളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മദ്രസ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. മദ്രസ എത്തി, അവിടെ ഇതാ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മദ്രസയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഉസ്താദ് ക്ലാസ് റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയ ശേഷം കുട്ടികൾക്കുള്ള ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിലേക്കുള്ള ചെയർ വേറൊരു സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇരുത്തിക്കോളാൻ പറഞ്ഞു കേട്ടോ. പേരൻസിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാം, നിങ്ങൾ ഉമ്മമാരായതുകൊണ്ട് ക്ലാസ് റൂമിൽ പോയിരുന്നോളിയും പറഞ്ഞിട്ട് ഉസ്താദ്മാർ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് റൂമിൽ പോയിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് കുട്ടികളെ ക്ലാസ്സിലോട്ട് ആക്കിയതും ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രസംഗവും കാര്യങ്ങളും ഉസ്താദ്മാർ കുറച്ച് കുട്ടികൾക്ക് ട്രോഫിയും കാര്യമൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ 7:30 ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നേരെ കുട്ടികളെ ഓരോരോ ക്ലാസ്സുകൾ പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ മോൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടി പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉസ്താദന്മാർ കുട്ടികൾക്കുള്ള ബുക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത ശേഷം പിന്നെ കുറച്ച് നേരം ക്ലാസ്സിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാരൻസിനോട് പറയാനുള്ളതായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗ്രൂപ്പിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ മദ്രസയൊക്കെ വിട്ട ശേഷം പിന്നെ ഞങ്ങളിതാ മദ്രസയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നടക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.